ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കണ്ടു നോക്കാം. പിന്നെ കുറേയായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് കാലത്തേക്ക് വ്ളോഗൊന്നും ഇടണ്ട എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. പക്ഷേ കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. നമ്മളിതിന് മുൻപ് എടുത്ത് വെച്ചതും എഡിറ്റ് ചെയ്ത് വെച്ചതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്നുള്ള ലെവലിൽ അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഓരോന്നോരോന്നായിട്ട് ഇടണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ പരിപാടി എന്നുള്ളത് പറയാം. അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓളെ കാണാൻ വേണ്ടി പോകാൻ ഉള്ള പലഹാരങ്ങൾ റെഡിയാക്കാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഒരിങ്ങനെ എന്താ പറയുക കാഴ്ച കൊണ്ടുവരല്ലോ 9ാം മാസത്തിൽ. അപ്പോൾ അതും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പരിപാടിയിലേക്ക് അമ്മായിനെ വിളിച്ചതായി ഈ പൊരി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും പോകാമല്ലേ, അപ്പോൾ ഓൾക്ക് 1-2 പലഹാരങ്ങളും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ടൈമില്ല. പിന്നെ കസിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ ഓളോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. അത് കുറച്ച് ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും പോവല്ല, അപ്പോൾ ഓക്കുള്ള പലഹാരങ്ങളും കൂടി ആക്കി കൊണ്ടുപോകാം. എന്നാൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും കൂടി ചെയ്യാമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതാ ചട്ടിപ്പത്തിരിയായിട്ട് റെഡിയാക്കാൻ വേണ്ടി പോണത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ മൊത്തം റെസിപ്പി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലാഗായി പോവും. അപ്പോൾ ഞാനിതിൽ റെസിപ്പി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തോല് വാട്ടിയെടുക്കലാണ്. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 15 പത്തിരിയാണ് റെഡിയാക്കുന്നത്. ഞാൻ എടുത്ത മുട്ട എന്ന് പറയുമ്പോൾ 20 മുട്ടയാണ് കേട്ടോ. 20 അല്ലെങ്കിൽ 18. ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് 15 അല്ലെങ്കിൽ 16 പത്തിരി മാത്രം മതി. അപ്പം പത്തിരി എന്ന് പറയാൻ പറ്റില്ല, ഒരു തോലെന്ന് കേട്ടോ പറയാൻ ശരിക്കും ഇവിടെ ഇതിന്. അത് നമ്മൾ വളരെ തിന്നായിട്ട് എത്രമാത്രം നമുക്ക് തിന്നാക്കാൻ പറ്റും അത്രയും തിന്നാക്കിയിട്ട് വേണം റെഡിയാക്കാനായിട്ട്. നമ്മൾ കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവും. അപ്പം ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള തോല് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു പൂരി സൈസ് ബോളാണ് നമ്മൾ ആദ്യം ആക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഒരു 16 ബോളൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു 3 പത്തിരി ഞാൻ പൂരീൻ്റെ വലിപ്പത്തിൽ പരത്തിയിട്ട് അതിൽ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് മൈദയും കൂടി ഡസ്റ്റ് ചെയ്തിട്ട് ഇതാ അട്ടിക്കിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വേഗം ഒന്ന് വിടിച്ചെടുക്കുമ്പോഴേക്കും ഇതാ അടിപൊളിയായിട്ടുള്ള തോല് റെഡി ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തോലാണ് കേട്ടോ. അത്രയും തിന്നാണ്, പിന്നെ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് രാത്രി തന്നെ ഇത് വാട്ടി വെച്ചിട്ടുണ്ട്. പത്തിരിൻ്റെ തോലും അതുപോലെ തന്നെ മുട്ട നമ്മൾ ചിക്കി എടുക്കല്ലോ, അത് രണ്ടും റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി സിമ്പിളായിരിക്കും. പിന്നെ ആദ്യമൊക്കെ ഞാൻ ചട്ടിപ്പത്തിരീൻ്റെ ഒക്കെ ഓർഡറൊക്കെ എടുക്കലുണ്ടായിരുന്നു കേട്ടോ. അതായത് മോനുണ്ടാവുന്നതിൻ്റെ മുന്നേ എൻ്റെ വീട്ടിലായ സമയത്തൊക്കെ എടുക്കലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഓർഡർ വന്നിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ പണ്ട് മുതലേ ഉണ്ടാക്കുന്നൊരു രീതി ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡർ കൊടുത്ത ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും എനിക്ക് ഓർഡർ തരുന്നുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോഴും ഓർഡർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എടുക്കാത്തതാട്ടോ. പിന്നെ മോനെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞ ടൈമിനൊന്നും ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തോല് നമുക്ക് വാട്ടിയിട്ട് ഇതുപോലെ ഒരു കേസറോളിലൊക്കെ വെച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ധൈര്യത്തിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്നില്ല, നമ്മൾ രാവിലെ തന്നെ എടുക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു ധൈര്യത്തിന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതാ കേസറോളിലാക്കിയിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഞാനിതാ നമ്മൾ പൊടി കുഴച്ചെടുത്തിട്ടുള്ള ആ സെയിം ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 8 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 18 മുട്ട കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 8 മുട്ട ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം 8 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്ത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിൻ്റെ മാത്രം റെസിപ്പി ഷെയർ ചെയ്യല്ലോ, അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്.
ഇനിയിപ്പോൾ ആ മുട്ടയും കൂടി ഞാനിവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ചൂട് തണിഞ്ഞതിന് ശേഷം ഇതും ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം രാവിലെ ആട്ടോ ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി പണി രാവിലെ ആട്ടോ ചെയ്തത്. അതിൻ്റെ മുമ്പ് ഞാൻ അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന മുട്ട ഉണ്ടല്ലോ 9 മുട്ട, ആ മുട്ടയും പിന്നെ കുറച്ച് പഞ്ചസാര, ഏലക്കായി, അതുപോലെ തന്നെ പാലെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള തോലുണ്ടല്ലോ, ആ തോൽ ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടിപ്പത്തി റെഡിയാക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നും അട്ടിക്കിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ആ ചിക്കി വെച്ച മുട്ടയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കും. കസ്കസ് ഇട്ട് കൊടുക്കണമെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ടോപ്പിലെ ലെയറിലാട്ടോ ഞാൻ കസ്കസ് ഇട്ട് കൊടുക്കൽ, ഇടയിലൊന്നും ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഓരോരുത്തരും ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന മെത്തേഡ് രീതിയൊക്കെ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ മുകളിൽ ഇതുപോലെ മുട്ട മാത്രം കലക്കി വെച്ചിട്ട് വെക്കും വേവിക്കും. ചിലർ ടോപ്പിലെ ലെയറിൽ കൂടുതൽ ആ മുട്ടയുടെ മിക്സ് ഇട്ടിട്ട് അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് വെക്കൂട്ടോ. ഞാനിങ്ങനെ ആട്ടോ വെക്കലുള്ളത്, ഞാനിങ്ങനെയാണ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്. പിന്നെ നമുക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലേനു, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തേങ്ങാപ്പാലിനാട്ടോ ചേർക്കലുള്ളത്. ഈ പാക്കറ്റ് പാലിനേക്കാളും അതാണ് ടേസ്റ്റ് ഒന്നുകൂടെ. ഇതിപ്പം കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വേഗം പാലെടുത്തത്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു തരിപ്പോളയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും ചട്ടിപ്പത്തിരി തരിപ്പോള ഇതാണല്ലോ കോമ്പിനേഷന്, അപ്പം അതും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. തരിപ്പോള റെഡിയാക്കാനും ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു 3 മുട്ട ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വലിയ തരിപ്പോള തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും പണി, അല്ലെങ്കിൽ കുറച്ച് പണിയാട്ടോ. കൈ കൊണ്ടൊക്കെ അടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ഉള്ള പരിപാടിയാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. അപ്പോൾ ഇതും ഞാൻ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി കൂടി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടാണ്. കാരണം ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ റെസിപ്പി ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണ്ടേ. വ്ളോഗ് ചെയ്യണ പോലെ അല്ലല്ലോ. വ്ളോഗ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, വ്ളോഗിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ റെസിപ്പിയിൽ ഇങ്ങനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മെസ്സായിട്ട് കിടക്കുമ്പോൾ കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അപ്പം ക്ലീൻ ചെയ്യും. കാരണം എങ്ങനെയായാലും നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുകയാണെങ്കിലും പൊടിയിടാണെങ്കിലും ഒക്കെ പുറത്തൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടാണ് പണിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ തരിപ്പോളേൻ്റെ മാവും കൂടി റെഡിയാക്കിയിട്ടുണ്ട്, ബാറ്റർ. അപ്പോൾ അതും കൂടി വേഗം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേഗം ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മുടെ ചട്ടിപ്പത്തിരി അപ്പുറത്തെ ആ അടുപ്പിൽ അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തിയും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇനിയിപ്പോൾ തട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അവിടെ ആവുന്ന സമയം കൊണ്ട് തന്നെ എനിക്ക് കിച്ചണിലൊരു ലോഡ് പണികൾ ഇവിടെ പെൻഡിങ് ആട്ടോ. കാരണം നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്കിത് ഇതുപോലെ പാത്രങ്ങൾ നിരക്കും, സാധനങ്ങളൊക്കെ നിരക്കും. മറ്റേത് അതുപോലെയല്ല, നമ്മൾ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് അത് അപ്പം തന്നെ കൊണ്ടുവെക്കാം. മറ്റേത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എല്ലാം ടേബിളിൽ വെച്ചതിന് ശേഷം ആട്ടോ എടുക്കുക. കാരണം നമുക്കിങ്ങനെ ഓരോന്ന് പോയി എടുത്തുകൊണ്ടിട്ട് അത്രയും ടൈം പോകില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് മൊത്തം ക്ലീനിങ് പരിപാടിയാണ്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ ചട്ടിപ്പത്തിരിയുടെ സൈഡൊക്കെ നല്ലപോലെ നെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് നെരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ തിരിച്ച് നമ്മൾ ആ ഒരു പാനിലേക്ക് തന്നെ തട്ടി കൊടുക്കും ഈ ഒരു മോൾ ഭാഗം. എന്നിട്ട് അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്താൽ മതി. ചട്ടിപ്പത്തിരി നല്ല അടിപൊളിയായി നെരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഒരു 15-20 മിനിറ്റ് മാക്സിമം മതി. നമ്മുടെ തരിപ്പോളയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തരിപ്പോള ജസ്റ്റ് ഒന്ന് പൊന്തി വരുമല്ലോ, ജസ്റ്റ് ബാറ്റർ ഒന്ന് പൊന്തി വരുന്ന ടൈമിന് നമ്മൾ എന്ത് ചെയ്യുക, അണ്ടിയും മുന്തിരിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോകില്ല കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നെരിഞ്ഞിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാനിൽ വെച്ചാലും ഇതുപോലെ ആയി കിട്ടും. ഒരു മാക്സിമം ഒരു 15-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിലാവട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് നെരിച്ചെടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കളർ മാറിയപ്പോൾ ഞാൻ വേഗം തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ചൂടാൻ ഞാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ എനിക്ക് ബാക്കി പണികൾ കിച്ചണിലുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ കാക്കിയും കുട്ടികളൊക്കെ എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചട്ടിപ്പത്തിരിയും തരിപ്പോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ എണീക്കുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ആ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പാല് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കിച്ചടിയും കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കിച്ചടിയാണ് ആക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പത്തിരി കറിയൊക്കെ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ടൈം അങ്ങനെ പോകും. അപ്പോൾ കിച്ചടിയായിട്ട് രാവിലെ ആക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓന് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് റെഡി ആക്കുന്നത്. പിന്നെ ഞാൻ കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. മൊത്തം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ സമയം എടുക്കും ക്ലീനിങ്ങും ഇതുപോലൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കുട്ടികൾക്കുള്ള പാലൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇക്കാക്ക് എണീച്ച് ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മക്കളും ഞാൻ അതുപോലെ തന്നെ എല്ലാവരും ഫ്രഷൊക്കെ ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് വീട്ടിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കായിപ്പോയി.
ഞാനിത് അമ്മായിൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പം അമ്മായി ഞാൻ കൊണ്ടുവന്ന പലഹാരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, പാത്രത്തിന് എടുത്തിട്ട്. അപ്പം ഇതാ ഇവിടെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പ. അപ്പം ഞാൻ വേഗം ചെമ്മീനൊക്കെ ഫ്രൈ ആക്കി കൊടുത്ത് ഇത്താത്ത തക്കാളി ഉള്ളി അതിലേക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അതാക്കി കൊടുത്ത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ വേണമെന്ന് സുമിത, അതൊക്കെ ഭയങ്കര പൂതി. ആ ആൾക്കാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചെമ്മീൻ ഫ്രൈയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നത് മുതൽ തന്നെ കുട്ടികളൊക്കെ നല്ല കളിയിലിട്ട് താത്തമാരെ മക്കളെ കൂടെ. ഹയാൻ ഇതതിൻ്റെ അനിയത്തിൻ്റെ കൂടെ സ്പോട്ടിഫൈയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. അവൾ പഠിക്കുക കേട്ടോ. അപ്പോൾ അവൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഓൾ ഫോണിൽ ഓനക്ക് പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഓനെ അവിടെ ഇരുന്നത് കേട്ടിരിക്കും കേട്ടോ. പിന്നെ ഇവർ മൂന്നാളും ഭയങ്കര കമ്പനിയാണ്. അത് താത്തൻ്റെ മോളാട്ടോ, ഷെസാന്ന പേര്. അങ്ങനെ ഇവർ മൂന്നാളും ഭയങ്കര കമ്പനി. അവർ മൂന്നുപേരും. ഇതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഒരു ആൺതരിയും കൂടി ഉണ്ട്. പിന്നെ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്, താത്തൻ്റെ റൂമാട്ടോ. മറ്റേ താത്തൻ്റെ റൂം. അമ്മായിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ്. രണ്ടുപേരും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു താത്ത ഇവിടെ താമസിക്കുന്നുള്ളൂ. പിന്നെ ഇതൊരു സ്റ്റോർ റൂം പോലെ എല്ലാ സാധനങ്ങളൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഭയങ്കര നീളത്തിലുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമാണ് ഓടി കളിക്കാനൊക്കെ. കുറച്ച് സ്പേസ് കുറവാണ്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഓരോരുത്തർ ഓരോ പണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ചിക്കനൊക്കെ മസാല ചേർത്തപ്പം എൻ്റെ ഉമ്മ ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ വേഗം ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. കാരണം ഒരു വന്ന് കുറച്ച് അത്രയും ലോങ്ങിൽ നിന്ന് വരാണ്. അവരുടെ വീട് വടകര കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ലോങ്ങിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വന്നാൽ ഒന്ന് ഫ്രഷ് ആവാനും പിന്നെ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോഴേക്കും കുട്ടികളൊക്കെ വിശന്ന ഒരു വിധത്തിലായി ഉണ്ടാവും. അപ്പം ആ സമയം കൊണ്ട് ഇവർക്ക് വേഗം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. എൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ടാണ് ചോറ് വെച്ചത്. അപ്പോൾ ഇപ്പോൾ ചോറ് കൊണ്ടുവന്നത്. അപ്പോൾ വേഗം അതൊക്കെ പൊട്ടിച്ച് ദമ്മൊക്കെ പൊട്ടിച്ച് കുട്ടികൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹയാനൂന് അമ്മായി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ബാക്കിയുള്ള മക്കൾക്കൊക്കെ ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. താത്തമാരെ മക്കളുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ എല്ലാവർക്കും കൂടി ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ വിരുന്നുകാർ വന്നാലും മക്കൾ അലമ്പാക്കാതെ ഒരു ഭാഗത്ത് കളിച്ചോളും. പിന്നെ ഇതാ ഷെസമോളെ എൻ്റെ ഒപ്പം എടുത്തപ്പോഴേക്കും ഹയൻ്റെ മുഖമൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഓളെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം ഇപ്പം എൻ്റെ തോളിൽ കയറി നിൽക്കട്ടെ. ആരും എടുക്കാതെക്കാൻ വേണ്ടിയിട്ട് നീനെ വരെ ഇപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾക്ക് വേഗം ഓളെ മുഖം മാറും. ഓൾക്ക് ചില സമയം അങ്ങനത്തെ ഒരു സ്വഭാവമാട്ടോ. ഓളെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ, ഓളെ മാത്രം കൊഞ്ചിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നീക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നീക്ക് പിന്നെ കൂടുതലും ഇക്കാക്ക ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അനിയനോട്. ഓളൊപ്പനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഹയനെ അല്ലെങ്കിൽ ഹയാനൊക്കെ ഇക്കാക്ക എടുത്താൽ നീയൊക്കെ അറിയും കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട്. നീനെ പിന്നെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഹയൻ്റെ ആണ് ഭയങ്കര കാര്യം. ഓളെ പരിഗണിക്കാതെ വേറെ ആരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും വേറെ ഏത് കുട്ടിയെ കൺസിഡർ ചെയ്യുമ്പോഴും ഓൾക്ക് ഭയങ്കര കുശുമ്പാണ് കേട്ടോ. നമ്മൾ അടിക്കുകയും ചെയ്യും, ഓൾ കരയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യൽ. അപ്പോൾ നമ്മൾ ഓളൊരു കുറച്ച് ഇപ്പോഴത്തെ ഒരു പ്രായം അതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കും. പിന്നെ ഇതാ ഇപ്പോൾ വേഗം സാലഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സാലഡ് മസ്റ്റാണ്. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നിസ്കരിക്കുന്നതൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും വേഗം ഫുഡൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ വന്നപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ അച്ചാർ, തൈര്, സാലഡ്, പിന്നെ ചിക്കൻ പൊരിച്ചത്. അങ്ങനെ പിന്നെ ബിരിയാണി കഴിക്കാത്ത ആൾക്കാർക്ക് സാധാ ചോറ്, പച്ചക്കറി, ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. അത്യാവശ്യം ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മളും വേഗം ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച്.
പിന്നെ ഇതൊക്കെ ഒരു കൊണ്ടുവന്ന ഐറ്റംസ് ചിക്കൻ കറി, പിന്നെ വെള്ളപ്പം, നൈസ് പത്തിരി, പൊറാട്ട, പിന്നെ കുറച്ചധികം ബേക്കറികൾ, പിന്നെ കൊല, അലുവ, പിന്നെ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവരെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറി കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി സാധനങ്ങൾ, പിന്നെന്താ അങ്ങനത്തെ ആയിട്ട്, പിന്നെ മണ്ട, ഓരോ നാട്ടിലേക്കുള്ള സ്പെഷ്യൽ സാധനം കേട്ടോ മണ്ട. അതൊക്കെയാണ് അധികം ഒരു വയറ് കാണൽ വരുമ്പോൾ കൊണ്ടുവരാം. പക്ഷെ നമ്മുടെ ഇവിടെ കോയമ്പത്തിരിയൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കിട്ടും. ഈ ഒരു സിസ്റ്റത്തിൽ അവരത് കൊണ്ടുവന്നത്. നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് അങ്ങനെയാണല്ലോ, ഒന്നെങ്കിൽ വയറ് കാണാൻ പോകുമ്പോൾ ചട്ടിപ്പത്തിരി, തരിപ്പോള, അല്ലെങ്കിൽ കോഴി നിറച്ചത്, കോഴിക്കറി, കോഴിപ്പത്തിരി അങ്ങനെയൊക്കെ ആണല്ലോ കൊണ്ടുപോകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ ഇതാ ഞാൻ കൊണ്ടുവന്ന പലഹാരം ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചായക്ക് വേണ്ടിയിട്ട്. അപ്പം ചായ അമ്മ റെഡിയാക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം ചട്ടിപ്പത്തിരിയും തരിപ്പോളെ കട്ട് ചെയ്തിട്ട് അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഈ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ നാട്ടിലേക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അമ്മായിയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകല കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐറ്റംസൊക്കെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചോര് പോയതിന് ശേഷം ഞാനും ഇത്താത്തയും കൂടി ഒരു കൊണ്ടുവന്ന ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ ഓതി വെക്കാം കേട്ടോ, കുടുംബക്കാരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊടുക്കല്ലോ, നമ്മളെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാലൊക്കെ കൊടുക്കല്ലോ. അപ്പോൾ അങ്ങനെ ഓതി വെക്കാൻ കേട്ടോ. അപ്പോൾ അമ്മായി കുറച്ച് റിലേറ്റീവ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ താത്ത ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ താത്ത കൊണ്ടുപോകും. പിന്നെ എനിക്കുള്ളത്, ഉമ്മക്കുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒരു പോയതിന് ശേഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പിന്നെ രാത്രി ആയപ്പം ഉപ്പത്താ നമ്മൾ രണ്ടുപേരും കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഒരു സ്റ്റോപ്പ് വ്യത്യാസത്തിലാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കേട്ടോ അപ്പോൾ പോണത്. പിന്നെ അമ്മായി അനിയത്തിയും കൂടി ഉണ്ട് കുടുംബക്കാരുടെ വീട്ടിലേക്ക് സാധനം കൊണ്ടുകൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.